ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറിൽ എത്തുന്നത്. എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇപ്പോൾ? ലക്ഷ്മി, തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇപ്പോൾ വത്തിക്കാനാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുകയും സാധാരണക്കാർക്ക് വേണ്ടി ഇടപെടുകയും ചെയ്ത ഒരു മാർപ്പാപ്പ എന്ന രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ അറിയപ്പെട്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നമുക്ക് നൽകാൻ കഴിയുന്ന അദ്ദേഹം നിത്യതയിലേക്ക് അദ്ദേഹം സ്നേഹത്താൽ ലോകത്തെ നയിച്ച അദ്ദേഹം നിത്യതയിലേക്ക് കാലം ചെയ്തു എന്ന രൂപത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 1958 മാർച്ച് 11 അദ്ദേഹം വൈദിക പഠനം ആരംഭിക്കുന്നത്. അതിനുശേഷം തത്വശാസ്ത്രത്തിൽ ബിരുദം നേടുന്നു. പിന്നീട് സാഹിത്യവും തത്വശാസ്ത്രവും ഒക്കെ എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം അധ്യാപകനാകുന്നു. അതിനുശേഷമാണ് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി വൈദിക പട്ടം സ്വീകരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മെത്രാൻ പദവിയിലേക്ക് എത്തുമ്പോൾ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലെ സഹായ മെത്രാനായാണ് അദ്ദേഹം ഈ വൈദിക പദവിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ പേര് തന്നെ ബെർഗോളിയോ എന്ന രൂപത്തിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് എത്തുന്നു. 2001 അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് എത്തുന്നത്. അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമനാണ് അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധ റോബർട്ടോ ബെർലാമിന് പള്ളിയുടെ കാർഡിനൽ പദവിയും അദ്ദേഹത്തിന് നൽകുന്നു. അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ തന്നെ നിലപാടുകളിലൂടെ, സഭയുമായി ബന്ധപ്പെട്ട നിലപാടുകളിലൂടെ, ദൈവശാസ്ത്ര മേഖലയിലെ നിലപാടുകളിലൂടെ അദ്ദേഹം ലോകത്ത് വളരെ പ്രശസ്തനായി മാറി, അല്ലെങ്കിൽ ലോകത്തിന് വലിയ താല്പര്യമുള്ള വ്യക്തിയായി മാറി. വിമോചന ദൈവശാസ്ത്രത്തെ മാർക്സിസത്തിന്റെ കടവീണ ആശയ സംഹിതയായി കണ്ട് അദ്ദേഹം തീവ്രമായി അതിനെ എതിർത്തിരുന്നു. സാധാരണക്കാരോടും സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരോടും ഇദ്ദേഹത്തിന്റെ പ്രതിബദ്ധത എല്ലാ കാലത്തും, പ്രത്യേകിച്ചും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോട് അദ്ദേഹം വളരെ സാധാരണ രൂപത്തിൽ ഇടപെട്ടിരുന്നു. ആ ഇടപെട്ടത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത എല്ലാ കാലത്തും ശ്രദ്ധിക്കപ്പെട്ടത്. അത് സഭയിൽ വലിയ തർക്കങ്ങൾക്ക് വിധേയമായെങ്കിൽ പോലും പൊതുസമൂഹത്തിനിടയിൽ, ലോകത്ത് മറ്റ് സമുദായങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ അംഗീകാരം, അദ്ദേഹത്തിനുള്ള പ്രതിബദ്ധതയൊക്കെ വളരെ ലോകം ശ്രദ്ധിച്ച കാര്യമാണ്. മതങ്ങൾക്കിടയിലുള്ള ആശയവിനിമയത്തെ അദ്ദേഹം പിന്തുണച്ചു. അതായത് എല്ലാ മതങ്ങൾക്കിടയിലും നല്ല ആശയവിനിമയം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. നിയന്ത്രണമില്ലാത്ത കമ്പോള വ്യവസ്ഥയെ അദ്ദേഹം അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. അതായത് മുതലാളിത്ത രൂപത്തിലുള്ള കമ്പോള വ്യവസ്ഥയെ അതിരൂക്ഷമായി വിമർശിച്ച ഒരു മാർപ്പാപ്പ എന്ന രൂപത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്കറിയാവുന്നത്. സ്വർഗവാതിലിന് മുമ്പിൽ അലമുറ ഉയർത്താൻ പോകുന്ന, അതായത് ഇത്തരം സമത്വത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചിരുന്നു. സമത്വരാഹിത്യത്തെ അദ്ദേഹം എതിർത്തിരുന്നു. കമ്പോള വ്യവസ്ഥയെ അദ്ദേഹം എതിർത്തിരുന്നു. ഈ രൂപത്തിലെല്ലാം അദ്ദേഹം വലിയ രൂപത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മുഴുവൻ സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു, അവർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായ ഇക്കാര്യത്തിൽ വിടവാങ്ങുന്നത് സഭയുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പിരുന്ന മാർപ്പാപ്പ എന്ന രൂപത്തിൽ തന്നെയാണ്. അതായത് ഈ കാലയളവിലെല്ലാം കത്തോലിക്ക സഭയും വത്തിക്കാനും ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് മുഴുവൻ മാപ്പിരുന്ന ഒരു മാർപ്പാപ്പ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. യുദ്ധങ്ങൾക്കും ആക്രമണങ്ങൾക്കുമെതിരെ ലോകത്തിന്റെ ശബ്ദമായി അദ്ദേഹം മാറുന്നു. എന്തായാലും 1936 ഡിസംബർ 17 അർജന്റീനയിൽ ജനിച്ച മരിയോ ബെർഗോഗ്ലിയോ എന്ന മാർപ്പാപ്പ പിന്നീട് ലോകത്തിന് മുഴുവൻ സമാധാനത്തിന്റെ പ്രവാചകനായി, സമത്വത്തിന്റെ വക്താവായി അദ്ദേഹം മാറുന്നു. ജസ്യൂട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരു മാർപ്പാപ്പയും